ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മുട്ടയും ഓയിലും ഒന്നും തന്നെ ചേർക്കാതെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നല്ല ധൈര്യപൂർവ്വം കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി മയോണൈസ് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഒരു പാൻ എടുത്ത് അതിലേക്ക് നമുക്ക് 1/2 ലിറ്റർ അളവിലുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ പാക്കറ്റ് പാലാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ 1/2 ലിറ്റർ പാൽ നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തീ കത്തിച്ച് തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ തിളയ്ക്കേണ്ട, നമ്മുടെ പാലൊന്ന് ചൂടായി ഒരു തിളയ്ക്കുന്നൊരു പാകത്തിലേക്ക് എത്തുന്നൊരു പരുവം വരെ വന്നാൽ മതി. അപ്പോൾ നമുക്കിത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അടിയിലൊന്നും പിടിക്കാതിരിക്കാനായിട്ട്. അങ്ങനെ നമുക്കിതിനൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് തിളയ്ക്കാനായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ നാരങ്ങയുടെ നീര് അല്ലെങ്കിൽ വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ പിരിഞ്ഞ് വരുന്ന പോലെ നമുക്ക് കാണാം. വീണ്ടും നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നല്ലപോലെ പാകമായിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വേറെയായിട്ട് തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കാം. ഇനി നമുക്കിതിനൊരു സ്പൂൺ വെച്ച് പ്രസ് ചെയ്ത് ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ലപോലെ ഒന്ന് കളഞ്ഞെടുക്കണം. അതിനുശേഷം നമുക്കിതിനെ വേറൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിനെ നമുക്ക് നല്ലപോലെ ഒന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. പുറത്ത് വെച്ചിട്ടാണെങ്കിൽ തണുപ്പിക്കാൻ പറ്റില്ല വേഗം തണുത്ത് കിട്ടണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് തണുപ്പിച്ചെടുക്കാം. ഇതിൽ നമ്മൾ അരിച്ചെടുത്ത വെള്ളം നമുക്ക് കുറച്ച് ആവശ്യം വരും, അതുകൊണ്ട് അത് ഇപ്പം തന്നെ കളയാൻ നിൽക്കണ്ട. അങ്ങനെ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ നാരങ്ങയുടെ നീരും 1 ടീസ്പൂൺ പഞ്ചസാരയും ഒരു നുള്ള് ഉപ്പും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും പിന്നെ ഒരു 1/4 സ്പൂണിൻ്റെ പകുതി കുരുമുളക് പൊടിച്ചതും പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരുന്ന ആ ഒരു വെള്ളത്തിന് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ നല്ല അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതേ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രീമായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഇത്രയും ഒരു എന്താ പറയുക കറക്റ്റായിട്ടുള്ള സ്ട്രക്ചർ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു സ്ട്രക്ചറിലേക്ക് അരച്ചെടുക്കാം കേട്ടോ. ആദ്യം തന്നെ മുഴുവൻ ഒഴിക്കരുത്. അപ്പോൾ ഇനി നമുക്കിതിനെ നേരെ ഒരു ബൗളിലേക്ക് പകർത്തി കൊടുക്കാവേ. അപ്പോൾ ഇതേ നമ്മുടെ മയോണൈസ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രൂപത്തിൽ തന്നെ വന്നിട്ടുണ്ട്. കാണുമ്പോൾ മാത്രമല്ല കഴിക്കുമ്പോഴും ആ ഒരു ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മയോണൈസ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കൊക്കെ നമുക്ക് ഒട്ടും പേടിക്കാതെ ധൈര്യപൂർവ്വം വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷവുമായി കാണാൻ. അതുവരേക്കും ബൈ.